ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. ഭാഗവതം നവമസ്കന്ധം 6-ാം അധ്യായമാണ് നമ്മൾ ഇന്നലെ തുടങ്ങിവെച്ചത്. 57 ശ്ലോകങ്ങളുള്ള 6-ാം അധ്യായത്തിൽ 19 ശ്ലോകങ്ങൾ കണ്ടു. ഇനി ബാക്കി കാണണം. ഇക്ഷ്വാകുവംശ ചരിതം ആരംഭിച്ചു. ഇതുവരയ്ക്കും അംബരീഷ ചരിതം വരയ്ക്ക് മറ്റ് 9 മക്കളുടെ, വൈവസ്വത മനുവിൻ്റെ 9 ആൺമക്കളുടെ വംശപരമ്പരകളാണ് വർണ്ണിച്ചത്. അത് കഴിഞ്ഞ് ഏറ്റവും ആദ്യപുത്രനായ ഇക്ഷ്വാകുവിൻ്റെ വംശം കുറച്ച് വലുതാണ്, കുറേ കഥകൾ പറയാനുണ്ട്. അതുകൊണ്ട് അത് അവസാനത്തേക്ക് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ 6-ാം അധ്യായം മുതൽക്ക് 12-ാം അധ്യായം വരെ, ഇനി 13-ാം അധ്യായവും അത് തന്നെയാണ്. ഇക്ഷ്വാകുവിൻ്റെ പുത്രനായ നിമിയുടെ ചരിതമാണ് 13-ാം അധ്യായത്തിൽ വരിക. അപ്പോൾ നമുക്ക് വായിക്കാം, എന്നിട്ട് തുടരാം. 6-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ ഷഷ്ഠോऽധ്യായഃ. ശ്രീശുക ഉവാച. വിരൂപഃ കേതുമാൻ ശംഭുഃ അംബരീഷസുതാസ്ത്രയഃ വിരൂപാത് പൃഷതശ്വോഭൂത് തൽപുത്രസ്തു രഥീധരഃ. രഥീധരസ്യ പ്രജസ്യ ഭാര്യായാം തന്തവേർത്തിതഃ. അംഗിരാജനയാമാസ ബ്രഹ്മവർച്ചസ്വിനഃ സുതാൻ. ഏതേ ക്ഷേത്രേ പ്രസൂതാ വൈ പുനസ്ത്വാംഗിരസാ സ്മൃതാഃ. രഥീധരാണാം പ്രവരാഃ ക്ഷത്രോപേതാദ്വിജാതയഃ. ക്ഷുവദസ്തു മനോർജജ്ഞേ ഇക്ഷ്വാകുർഗ്രാണദഃ സുതഃ. തസ്യ പുത്രശതജ്യേഷ്ഠാഃ വികുക്ഷിനിമിദണ്ഡകാഃ. തേഷാം പുരസ്താദഭവൻ ആര്യാവർത്തേ നൃപാ നൃപ. പഞ്ചവിംശതി പശ്ചാച്ച ത്രയോ മധ്യേ പരേ അന്യതഃ. സ ഏകദാഷ്ടകാശ്രാദ്ധേ ഇക്ഷ്വാകുഃ സുതമാദിശത്. മാംസമാനീയതാം മേധ്യം വികുക്ഷേ ഗച്ഛമാചിരം. തഥേതി സവനം ഗത്വാ മൃഗാൻ ഹത്വാ ക്രിയാർഹണാൻ. ശ്രാന്തോ ബുഭുക്ഷിതോ വീരഃ ശശംസാദതപസ്മൃതിഃ. ശേഷം നിവേദയാമാസ പിത്രേ തേന ച തദ്ഗുരുഃ. ചോദിതഃ പ്രോക്ഷണായാഃ ദുഷ്ടമേതദ് അകർമ്മകം. ജ്ഞാത്വാ പുത്രസ്യ തത്കർമ്മ ഗുരുണാ വിഹിതം നൃപഃ. ദേശാൻ നിസ്സാരയാമാസ സുതം ത്യക്തവിധിം രുഷാ. സതു വിപ്രേണ സംവാദം ജാപകേന സമാചരൻ. ത്യക്ത്വാ കളേബരം യോഗി സതേനാവാപയത് പരം.
പിതരുപരദേഭ്യത്യ വികുക്ഷിഃ പൃഥിവീമിമാം ശാസദീജേ ഹരിം യജ്ഞൈഃ ശശാദൈതി വിശ്രുതഃ പുരഞ്ജയസ്തസ്യ സുതഃ ഇന്ദ്രമാഹ ഇതീരിതഃ കകുൽസ്തൈതി ചാപ്യുക്തഃ ശൃണു നാമാനി കർമ്മഭിഃ കൃതാന്ത ആസീത് സമരോ ദേവാനാം സഹ ദാനവൈഃ പാർഷ്ണിഗ്രാഹോ വൃതോ വീരോ ദേവൈർദൈത്യപരാജിതൈഃ വചനാദ് ദേവദേവസ്യ വിഷ്ണോഃ വിശ്വാത്മനഃ പ്രഭോഃ വാഹനത്വേ വൃതസ്തസ്യ ബഭൂവേന്ദ്രോ മഹാവൃഷഃ സസന്നദ്ധോ ധനുർദിവ്യമാദായ വിശിഖാൻ ശിതാൻ സ്തൂയമാനഃ സമാരുഹ്യ യുയുത്സുഃ കകുതി സ്ഥിതഃ തേജസാപ്യായിതോ വിഷ്ണോഃ പുരുഷസ്യ പരാത്മനഃ പ്രതീച്യാം ദിശി ദൈത്യാനാം ന്യരുണത് ത്രിദശൈഃ പുരം തൈസ്തസ്യ ചാഭൂത് പ്രധനം തുമുലം ലോമഹർഷണം യമായ ഭല്ലൈരനയത് ദൈത്യാൻ യേ അഭിയയുർമൃധേ തസ്യേഷുപാദാഭിമുഖം യുഗാന്താഗ്നിമിവോൽബണം വിസൃജ്യ ദുദ്രുവുർദൈത്യാഃ ഹന്യമാനാ സ്വമാലയം ജിത്വാ പുരം ധനം സർവം സശ്രീകം വജ്രപാണയേ പ്രത്യയച്ഛത് സരാജർഷിഃ ഇതി നാമഭിരാഹൃതഃ പുരഞ്ജയസ്യ പുത്രോഭൂത് അനേനാഃ തൽസുതഃ പൃഥുഃ വിശ്വരന്തിഃ തതശ്ചന്ദ്രോ യുവനാശ്വശ്ച തൽസുതഃ ശാപസ്തൽസുതോ യേന ശാപസ്തി നിർമ്മമേ പുരി ബൃഹദശ്വസ്തു ശാപസ്തിഃ തതഃ കുവലയാശ്വകഃ യഃ പ്രിയാർത്തമുതംഗസ്യ ദുന്ദുനാമാസുരം ബലീ സുതാനാമേകവിംശത്യാ സഹസ്രൈരഹനദ്വൃതഃ ദുന്ദുമാരൈതിഖ്യാതഃ തൽസുതാസ്തേ ച ജജ്വലുഃ ദുന്ദോർമുഖാഗ്നിനാ സർവേ ത്രയ ഏവാവശേഷിതാഃ ദൃഢാശ്വഃ കപിലാശ്വശ്ച ഭദ്രാശ്വ ഇതി ഭാരത ദൃഢാശ്വപുത്രോ ഹര്യശ്വോ നികുംഭസ്തൽസുതഃ സ്മൃതഃ ബർഹണാശ്വോ നികുംഭസ്യ കൃശാശ്വോ ദാസ്യസേനജിത് യുവനാശ്വോ ഭവത്തസ്യ സോ അനഭക്ത്യോ വനംഗതഃ ഭാര്യാ സതേന നിർവിണ്ണഃ ഋഷയോ അസ്യ കൃപാലവഃ ഇഷ്ടിം സ്മ വർത്തയാൻ ചക്രുഃ ഐന്ദ്രീം തേ സുസമാഹിതാഃ രാജാ തദ്യജ്ഞസദനം പ്രവിഷ്ടോ നിശിതർഷിതഃ ദൃഷ്ട്വാ ശയാനാൻ വിപ്രാൻ താൻ പപൗ മന്ത്രജലം സ്വയം ഉത്തിതാസ്തേ നിശാമ്യാധ വ്യുദകം കലശം പ്രഭോ പപ്രച്ചുഃ കസ്യ കർമ്മേദം പീതം പുംസവനം ജലം രാജ്ഞാ പീതം വിദിത്വാദ ഈശ്വര പ്രഹിതേന തേ ഈശ്വരായ നമശ്ചക്രുഃ അഹോ ദൈവബലം ബലം തതക്കാല ഉപാവൃത്തേ കുക്ഷിം നിർഭിദ്യ ദക്ഷിണം യുവനാശ്വസ്യ തനയഃ ചക്രവർത്തി ജജാനഃ കം ദാസ്യതി കുമാരോയം സ്തന്യം രോരൂയത്തെ വൃശം മാം ദാദാ വത്സ മാരോദീഃ ഇതി ഇന്ദ്രോ ദേശിനീമദാത് ന മമാര പിതാ തസ്യ വിപ്രദേവ പ്രസാദതഃ യുവനാശ്വോദ തത്രൈവ തപസാ സിദ്ധിമന്വകാത് ത്രസദ്ദസ്യുർ ഇതി ഇന്ദ്രോംഗ വിദധേ നാമ തസ്യ വൈ യസ്മാത്ര സന്ദിഹ്യുദ്വിഗ്നാഃ ദസ്യവോ രാവണാദയഃ യൗവനാശ്വോദമാന്ദദാ ചക്രവർത്യവനീം പ്രഭുഃ സപ്തദ്വിഭവതീം ഏകഃ ശശാസാച്യുത തേജസാ യേജേ ച യജ്ഞം ക്രതുഭിഃ ആത്മവിദ്ഭൂരി ദക്ഷിണൈഃ സർവദേവമയം ദേവം സർവാത്മകമതീന്ദ്രിയം ദ്രവ്യം മന്ത്രോ വിധിർയജ്ഞോ യജമാനസ്തദർത്തിജഃ ധർമ്മോ ദേശശ്ച കാലശ്ച സർവമേതദ്യതാത്മകം യാവത് സൂര്യ ഉദേതി സ്മ യാവച്ഛ പ്രതിതിഷ്ഠതി സർവം തദ്യൗവനാശ്വസ്യ മന്ദാദുഃ ക്ഷേത്രമുച്യത്തെ ശശബിന്ദോർദുഹിതരി ബിന്ദുമത്യാമധാൻ നൃപഃ പുരുകുൽസം അംബരീഷം മുചുകുന്ദം ച യോഗിനം
തേഷാം സ്വസാരഃ 50 സൗഭരിം വവ്രിരേ പതിം യമുനാന്തർജലേ മഗ്നഃ തപ്യമാനഃ പരന്തപഃ നിർവൃതിം മീനരാജസ്യ വീക്ഷ്യ മൈഥുനധർമ്മിണഃ ജാതസ്പൃഹോ നൃപം വിപ്രഃ കന്യാം ഏകാം അയാചത സോപ്യാഹ ഗൃഹ്യതാം ബ്രഹ്മൻ കാമം കന്യാ സ്വയംവരേ സവിചിന്യാ പ്രിയം സ്ത്രീണാം ജരടോയം അസമ്മതഃ വലീപലിതയേജത്കഃ ഇത്യഹം പ്രത്യുദാഹൃതഃ സാധയിഷ്യേ തദാത്മാനം സുരസ്ത്രീണാമപീപ്സിതം കിം പുനർമനുജേന്ദ്രാണാം ഇതി വ്യവസിതഃ പ്രഭുഃ മുനിഃ പ്രവേശിത ക്ഷത്രാ കന്യാന്തഃ പുരം ഋദ്ധിമത് വൃതശ്ച രാജകന്യാഭിഃ ഏകഃ 50 താസാം കലിരബോദ്ഭൂയാൻ തദർത്ഥേവോ ഹ്യസൗഹൃദം മമാനുരൂപോ നായം വഹ ഇതി തൽഗതചേതസാം സബഹൃജസ്താഭിരപാരണീയതപഃ ശ്രിയാനർഘ്യപരിച്ഛദേഷു ഗൃഹേഷു നാനോഭവനാമലംബസരസ്സു സൗഗന്ധികകാനനേഷു മഹാർഹശയ്യാസനവസ്ത്രഭൂഷണസ്നാനാനുലേപാഭ്യവഹാരമല്യകൈഃ സ്വലംകൃതസ്ത്രീപുരുഷേഷു നിത്യധാരേ മേനുഗായദ്വിജഭൃംഗവന്ദിഷു യദ്ഗാർഹസ്ഥ്യം തു സംവീക്ഷ്യ സപ്തദ്വീപവദീപതിഃ വിസ്മിതസ്തംഭമജഹാദ് സാർവഭൗമശ്രിയാന്വിതം ഏവം ഗൃഹേഷ്വഭിരതോ വിഷയാൻ വിവിധൈഃ സുഖൈഃ സേവമാനോ ന ചാതുഷ്യത് ആജ്യസ്തോകൈരിവാനലഃ സ കദാചിദുപാസീനഃ ആത്മാവഹ്നവമാത്മനഃ ദദർശ ബഹ്രുജാചാര്യോ മീനസംഗസമുത്ഥിതം അഹോ ഇമം പശ്യത മേ വിനാശം തപസ്വിനഃ സച്ചരിതവ്രതസ്യ അന്തർജലേ വാരിചര പ്രസംഗാത് പ്രച്യാവിദം ബ്രഹ്മചിരം ധൃതം യത് സംഗം ത്യജേത മിഥുനവ്രതിന മുമുക്ഷുഃ സർവാത്മനാ ന വിസൃജേത് ബഹിരിന്ദ്രിയാണി ഏകശ്ചരൻ രഹസി ചിത്തമനന്ത ഈശേ യുഞ്ജീത തദ്വ്രതിഷു സാധുഷു ചേത് പ്രസംഗഃ ഏകസ്തപസ്വീ അഹം അഗാംബസി മത്സ്യസംഗാത് 50 ആസം ഉത 500 സർഗഃ നാന്തം വ്രജാമി ഉഭയകൃത്യ മനോരഥാനാം മായാഗുണൈർഹൃതമതിർ വിഷയേർത്ഥഭാവഃ ഏവം വസൻഗൃഹേ കാലം വിരക്തോ ന്യാസമാസ്ഥിതഃ വനം ജഗാമാനുയയുഃ തൽപത്ന്യഃ പതിദേവതാഃ തത്ര തപ്ത്വാ തപസ്തീക്ഷ്ണമാത്മകർശനമാത്മവാൻ സഹൈവാഗ്നിഭിരാത്മാനം യുയോജ പരമാത്മനി താസ്വപത്യുർമഹാരാജ നിരീക്ഷ്യാധ്യാത്മികീം ഗതിം അന്വീയുഃ തൽപ്രഭാവേണ അഗ്നിം ശാന്തമിവാർച്ചിഷഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സൗഭര്യാഖ്യാനേ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ. നാരായണ. ഹരി ഓം. വൈകി വന്നവർക്കും നമസ്കാരം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. നമ്മൾ നവമസ്കന്ധം സൂര്യവംശത്തിൽ വൈവസ്വത മനുവിന്റെ വംശത്തിൽ ഇക്ഷ്വാകു വംശത്തിലേക്ക് കടന്നു. 6-ാം അധ്യായത്തിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങളെ കൊണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച അംബരീഷന്റെ പരമ്പരയെ
സന്തതികളെക്കുറിച്ച് സൂചിപ്പിച്ചു. അതിനുശേഷമാണ് ഇക്ഷ്വാകുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. മനു തുമ്മിയപ്പോൾ, വൈവസ്വത മനു തുമ്മിയ സമയത്ത് ആ മൂക്കിൽ നിന്നാണ് ഇക്ഷ്വാകു ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ക്ഷുവതസ്തു മനോർജജ്ഞേ ഇക്ഷ്വാകു ഗ്രാണതഃ സുതഃ. പിന്നെ അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായി. വികുക്ഷി, നിമി, ദണ്ഡകൻ മുതലായവർ, അവരിൽ പ്രധാനികള്. പിന്നെ അവര് ആര്യാവർത്തത്തിന്റെ കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും 25 പേരും, ബാക്കിയുള്ളവര് വിവിധ ദിക്കുകളിലൊക്കെ വ്യാപിച്ച് രാജ്യഭാരങ്ങൾ നടത്തി. അതിൽ ഈ ഇക്ഷ്വാകു തന്റെ മൂത്തപുത്രനായ വികുക്ഷിയെ ഒരിക്കൽ അഷ്ടകാശ്രാദ്ധത്തിന് മേദ്യമായ മൃഗങ്ങളെ ബലിക്കായിക്കൊണ്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അദ്ദേഹം കാട്ടിൽ ചെന്ന് വേട്ടയാടി ക്ഷീണിച്ച് അവശനായപ്പോൾ വേട്ടയാടി പിടിച്ച മൃഗങ്ങളിൽ നിന്ന് ഒരു മുയലിനെ ഭക്ഷിച്ചു. എന്നിട്ട് ശിഷ്ടം കൊണ്ടുവന്ന് അച്ഛന്റെ മുമ്പിൽ സമർപ്പിച്ചു. അദ്ദേഹം വസിഷ്ഠ ഗുരുവിന്, ആചാര്യന് ഇത് സമർപ്പിച്ച് പ്രോക്ഷണം ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു ഇത് മേദ്യമല്ല, ഇത് ഉച്ഛിഷ്ടമാണ്, അതുകൊണ്ട് ഇത് പൂജിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ മകനെ തന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ വികുക്ഷി സ്ഥാനഭ്രഷ്ടനായി. ശശാദൻ എന്നൊരു പേരും കിട്ടി. ശശത്തെ അതിച്ചവൻ, മുയലിനെ തിന്നവൻ എന്ന് നാമവും കിട്ടി. അങ്ങനെ പിന്നീട് ആ ഇക്ഷ്വാകു വസിഷ്ഠാദി ഋഷീശ്വരന്മാരോട് സംവാദം ചെയ്ത് ബ്രഹ്മജ്ഞാനം നേടി ശരീരം ത്യജിച്ചു, ഭഗവത് ഗതിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കഥ ഉപസംഹരിച്ചു. പിന്നീട് അച്ഛൻ മൃതനായപ്പോൾ അച്ഛന്റെ കാലശേഷം വികുക്ഷി തിരിച്ചു വന്നു നാട്ടിലേക്ക്, രാജ്യഭാരം ഏറ്റെടുത്തു, ഭഗവാനെ യജ്ഞാദികളെ കൊണ്ടൊക്കെ ആരാധിച്ചു. അദ്ദേഹത്തിന് പുരഞ്ജയൻ എന്നുള്ളൊരു പുത്രനുണ്ടായി. അവന് ഇന്ദ്രവാഹൻ, കകുൽസ്ഥൻ എന്നൊക്കെ അറിയപ്പെട്ടു. എന്തുകൊണ്ട് ഇന്ദ്രവാഹൻ എന്നും കകുൽസ്ഥൻ എന്നും പുരഞ്ജയൻ എന്നും ഒക്കെ അദ്ദേഹത്തിന് പേരുണ്ടായ കഥയും പറഞ്ഞു. ദേവന്മാര് അസുരന്മാരോട് യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഇദ്ദേഹത്തെ വന്ന് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വാഹനമായിട്ട് ഇന്ദ്രൻ തന്നെ കാളയായിട്ട് ഭവിക്കണം. അപ്പോൾ ഇന്ദ്രന് അത് സമ്മതമായിരുന്നില്ല. പക്ഷേ ഭഗവാൻ വിഷ്ണു ഇന്ദ്രനോട് പറഞ്ഞു, അത് ചെയ്തേ പറ്റൂ, എങ്കിലേ നിങ്ങൾക്ക് വിജയമുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ വാക്ക് അംഗീകരിച്ചുകൊണ്ട് ഇന്ദ്രൻ സ്വയം ഒരു വലിയ കാളയായി, മഹാഋഷഭമായി, അതിന്റെ കകുത്തില്, അതിന്റെ കഴുത്തിൽ അഥവാ അതിന്റെ പൂഞ്ഞയിൽ കയറിയിരുന്നത് കൊണ്ട് കകുതി സ്ഥിത ഇതി കകുൽസ്ഥ എന്ന നാമധേയം, ഇന്ദ്രനെ വാഹനമാക്കിയതുകൊണ്ട് ഇന്ദ്രവാഹൻ എന്ന പേര്, പുരങ്ങളെ ജയിച്ചതുകൊണ്ട്, അസുരന്മാരുടെ പുരങ്ങളെ ജയിച്ച് അവരെ പരാജയപ്പെടുത്തി അവരെ പാതാളത്തിലേക്ക് ഓടിച്ചു വിട്ടു, അതുകൊണ്ട് പുരഞ്ജയൻ എന്നും പേര്. അപ്പോ വികുക്ഷിയുടെ മക്കള് അല്ലെങ്കിൽ മകൻ വളരെ കേമനാണ് എന്നുള്ളത് സൂചിപ്പിച്ചു. വികുക്ഷി തിരിച്ചു വന്നില്ലെങ്കിൽ, രാജ്യഭാരം ഏറ്റെടുത്തില്ലെങ്കിൽ ഇതുപോലൊരു മകനെ ലോകത്ത് അറിയൂ, അല്ലെ? അദ്ദേഹം കാട്ടിലെവിടെയെങ്കിലും കഴിഞ്ഞിരുന്ന ഒരു വനവാസിയായിട്ട്, എങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു പുത്രൻ ജനിക്കുമോ? ഇങ്ങനൊരു കകുൽസ്ഥൻ എന്ന് പ്രശസ്തനായിട്ട് ഒരാൾ ഉണ്ടാവോ? ശ്രീരാമസ്വാമിക്ക് കാകുൽസ്ഥൻ എന്ന പേര് കിട്ടുമോ? അല്ലേ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ കണക്ഷൻ ഉള്ളതാണ്. എല്ലാം ഈശ്വരന്റെ തിരക്കഥയുടെ ഭാഗമാണിതെല്ലാം. അതെല്ലാം വേണ്ടതുപോലെ സമയാസമയങ്ങളിൽ നടക്കുന്നു. നമ്മളതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നോക്കിയിട്ടാണ് പല വിമർശനങ്ങളും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും വിഷമങ്ങൾ അനുഭവിക്കുന്നത്. മുഴുവനായിട്ട് കാണാനുള്ള ദൃഷ്ടി നമുക്കില്ലേനും. ഇതെല്ലാം ഭഗവാന്റെ ലീലയാണ്, ഭഗവാന്റെ തിരക്കഥയാണ്. ഭഗവാൻ തിരക്കഥ മുഴുവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. അപ്പപ്പോ നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അപ്പൊ നമുക്ക് പരിഭ്രമമൊന്നും വേണ്ട. അതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് നടക്കുന്നത്. ഭഗവാനാണ് ഈ തിരക്കഥാകൃത്ത്, ഭഗവാനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ, ഭഗവാനാണ് ഇതിന്റെ ഡയറക്ടർ എന്ന് അറിഞ്ഞിരുന്നാൽ ഒരു കാര്യത്തിലും നമുക്ക് പരിഭവമില്ല, പരിഭ്രമമില്ല, എന്താ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എല്ലാമായിട്ട് ഒരു ഹാർമണിയിൽ ഈ ലോകവുമായിട്ട് നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ഹാർമണിയിൽ ചേർന്ന് ശാന്തരായി ജീവിതം നയിക്കാം. നമുക്ക് അശാന്തി ഉണ്ടാവുന്നത് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ വെല്ലുവിളിച്ച് പ്രതികൂലമാണെന്ന് കരുതുമ്പോഴാണ്. ഒന്നും പ്രതികൂലമല്ല വാസ്തവത്തിൽ, പാരമാർത്ഥിക ദൃഷ്ടിയ എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. അപ്പൊ എല്ലാം അനുകൂലമാണെന്ന് കരുതുക. ഇന്ന് നമുക്കുണ്ടാവുന്ന കഷ്ടതകള് നാളേക്കുള്ള ഏതോ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ്. ഇന്ന് പല കാര്യങ്ങളും നമുക്ക് വൈകുന്നത് നാളെ നമ്മൾ നല്ലത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ക്ഷമയോടുകൂടി അതിനെ നേരിട്ടാൽ സന്തോഷമായിട്ട് ശാന്തരായിട്ട് കഴിയാം. അപ്പൊ എന്തായാലും ഇങ്ങനെ തിരിച്ചു വന്നു. നമ്മുടെ കുട്ടികൾ ഇപ്പോഴാണ് വരുന്നത്. അട്ടപ്പാടി എന്നുള്ള കുട്ടികൾ സ്കൂൾ തുറന്നപ്പോൾ ഇന്നാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാരായണ. അപ്പൊ അങ്ങനെ ഖഗുൽസ്ഥൻ, ഇന്ദ്രവാഹൻ, പുരഞ്ജയൻ എന്നൊക്കെ പ്രശസ്തനായി തീർന്നു എന്ന് പറഞ്ഞു. പിന്നീട് പുരഞ്ജയന്റെ വംശത്തെ പറയുകയാണ്, അഥവാ ഈ ഖഗുൽസ്ഥന്റെ വംശത്തെ തുടർന്ന് പറയുകയാണ്. നമുക്ക് നോക്കാം. ഇന്നലെ 19-ാം ശ്ലോകം വരെ പറഞ്ഞത് ഈ ഖഗുൽസ്ഥന്റെ ചരിതം വരെയാണ്, അഥവാ പുരഞ്ജയന്റെ ചരിതം വരെയാണ്. അദ്ദേഹത്തിന്റെ വംശപരമ്പരയെ 20-ാം ശ്ലോകത്തിൽ പറയുന്നു. പുരഞ്ജയസ്യ പുത്രോഭൂത അനേനാഹ തൽസുതഃ പൃഥുഃ വിശ്വരന്തിസ്തതശ്ചന്ദ്രോ യുവനാശ്വശ്ച തൽസുതഃ. പുരഞ്ജയസ്യ പുത്രോഭൂത അനേനാഹ തൽസുതഃ പൃഥുഃ വിശ്വരന്തിസ്തതശ്ചന്ദ്രോ യുവനാശ്വശ്ച തൽസുതഃ. പുരഞ്ജയസ്യ പുത്രോഭൂത അനേനാഹ. അനേനാഹ എന്ന് പറഞ്ഞാൽ അനേനസ് നമ്മളെ സകാരമാണ്, വിസർഗമായിട്ട് മാറുക. വിദാത, നമ്മൾ വിദാതാവ് പറയും, അല്ലെങ്കിൽ വേദസ് എന്നൊക്കെ പറയുമ്പോൾ ആ സകാരം വിസർഗമായി മാറുന്നത് പോലെ ഇവിടെ അനേനസ് എന്ന് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ സംസ്കൃതത്തിലും ശബ്ദം അനേനസ് എന്നാണ്. അതിന്റെ രൂപം വരുമ്പോൾ പ്രഥമയില് അനേന. അപ്പൊ പുരഞ്ജയസ്യ പുത്ര അനേന, അനേനസ്സാകുന്നു. തൽസുതഃ പൃഥുഃ, അദ്ദേഹത്തിന്റെ പുത്രൻ പൃഥു എന്നു പേരുള്ള ഒരു ക്ഷത്രിയനാകുന്നു, രാജാവാകുന്നു. വിശ്വരന്തി തതഃ, ആ പൃഥുവിന്റെ പുത്രനായിട്ട് വിശ്വരന്തി. പിന്നീട് തതഃ ചന്ദ്രോ, വിശ്വരന്തിയുടെ പുത്രനായിട്ട് ചന്ദ്രൻ. യുവനാശ്വശ്ച തൽസുതഃ, അവന്റെ പുത്രൻ യുവനാശ്വൻ. അപ്പൊ ഇങ്ങനെ തലമുറകൾ കഴിഞ്ഞു പോവുകയാണ് അല്ലേ. ഇക്ഷ്വാകുവിന്റെ പുത്രൻ വികുക്ഷി, വികുക്ഷിയുടെ പുത്രൻ പുരഞ്ജനൻ, പുരഞ്ജയൻ, പുരഞ്ജയന്റെ പുത്രൻ അനേനസ്, അനേനസിന്റെ പുത്രൻ പൃഥു, പൃഥുവിന്റെ പുത്രൻ വിശ്വരന്തി, അതിൽ നിന്ന് ചന്ദ്രൻ, അവിടെ നിന്ന് യുവനാശ്വൻ. അപ്പോ 8ാമത്തെ തലമുറയിലാണ് യുവനാശ്വൻ വന്നിരിക്കുന്നത്. ഇനിയും തുടരുകയാണ്. ശാപസ്തൽസുതോ യേന ശാപസ്തി നിർമ്മമേ പുരി ബൃഹദശ്വസ്തു ശാപസ്തി തത കുവലയാശ്വകഃ. ഇനി ആ യുവനാശ്വന്റെ പുത്രൻ ശാപസ്തൻ, ശാപസ്തഃ തൽസുതോ,
ശാപസ്തഃ തൽസുതഃ എന്ന് പറഞ്ഞാൽ യുവനാശ്വസുതഃ ഏന ശാപസ്തി നിർമ്മമേ പുരി. ഏതൊരു ശാപസ്തനാൽ ഒരു പുരി നിർമ്മിക്കപ്പെട്ടു. ശാപസ്തി എന്ന് പേരുള്ളതായിട്ടുള്ള ഒരു പുരി എവിടെയെന്നോ എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ എന്താ പറയുക, മധുരാപുരി, മിഥിലാപുരി, അയോധ്യാപുരി എന്നൊക്കെ പറയും പോലെയുള്ള വടക്കേ ഇന്ത്യയിലുള്ള ഒരു പുരിയാണ് ശാപസ്തി. അപ്പൊ എന്തായാലും ഏന ശാപസ്തി പുരിഹി നിർമ്മമേ, ശാപസ്തി എന്ന പുരി നിർമ്മിക്കപ്പെട്ടു. ബൃഹദശ്വസ്തു ശാപസ്തി. ഇനി അദ്ദേഹത്തിന്റെ പുത്രൻ, ശാപസ്തന്റെ പുത്രൻ ശാപസ്തി. അത് ആരാണ്? പേരെന്താണ്? ബൃഹദശ്വ. ബൃഹദശ്വനാണ് ശാപസ്തന്റെ പുത്രൻ. ഇനി തൽസുതഃ തതഃ കുവലയാശ്വകഃ. തതഃ എന്ന് പറഞ്ഞാല് ബൃഹദശ്വന്റെ പുത്രനായിട്ട് കുവലയാശ്വകൻ എന്ന്. അപ്പൊ 9ാം തലമുറ ശാപസ്തൻ, 10ാം തലമുറ ബൃഹദശ്വൻ, 11ാം തലമുറ കുവലയാശ്വകൻ. തുടരുകയാണ്. യഃ പ്രിയാർത്ഥമുതംഗസ്യ ദുന്ദുനാമാസുരം ബലി സുതാനാമേകവിംശത്യ സഹസ്രൈർ അഹനദ്വൃതഃ. യഃ പ്രിയാർത്ഥം ഉദംഗസ്യ ദുന്ദുനാമാസുരം ബലി സുതാനാമേകവിംശത്യ സഹസ്രൈർ അഹനദ്വൃതഃ. ആ ബൃഹദശ്വന്റെ കഥ ഒന്ന് പറയണു, 1-2 ശ്ലോകങ്ങളെ കൊണ്ട്. യഹ പ്രിയാർത്ഥം ഉദംഗസ്യ, യഹ ഉദംഗസ്യ പ്രിയാർത്ഥം എന്ന്. ആരാണ് ഈ ഉതങ്കൻ? ഉതങ്കൻ എന്നുള്ളൊരു മഹർഷിയാണ്. ആ ഉതങ്ക മഹർഷിയുടെ പ്രിയമായിട്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് ഉതങ്ക മഹർഷിയുടെ ആവശ്യപ്രകാരം ദുന്ദുനാമ അസുരം ബലി സുതാനാം ഏകവിംശത്യാസഹസ്രൈഹി അഹനത് വൃതഃ എന്ന് പറഞ്ഞാൽ ഉതങ്കസ്യ പ്രിയാർത്ഥം ദുന്ദുനാമ അസുരം, ദുന്ദു എന്നു പേരുള്ള അസുരനെ, ദുന്ദുനാമ, ഇപ്പൊ ദുന്ദു എന്നു പേരോടുകൂടിയ അസുരനെ ബലവാനായിട്ടുള്ള ഈ കുവലയാശ്വകൻ, ബൃഹദശ്വന്റെ പുത്രൻ കുവലയാശ്വകൻ. ആ കുവലയാശ്വകൻ തന്റെ 21,000 പുത്രന്മാരോടുകൂടെ, അതാണ് ഏകവിംശത്യാ സഹസ്രൈ സുതാനാം, പുത്രന്മാര് 21 സഹസ്രം 1000. അപ്പൊ 21,000 പുത്രന്മാരാൽ, അപ്പൊ തന്റെ പുത്രന്മാരുടെ 21,000 കൊണ്ട് വൃതഃ സേവിതനായിട്ട്, ചുറ്റപ്പെട്ടവനായിട്ട്, അഹനത് ഹനിച്ചു. ആരെ ഹനിച്ചു? ദുന്ദുനാമ അസുരൻ, ദുന്ദു എന്നു പേരുള്ളതായിട്ടുള്ള അസുരനെ വധിച്ചു. അപ്പോ ഉതങ്ക മഹർഷിക്ക് പ്രിയം ചെയ്യാനായിക്കൊണ്ട് കുവലയാശ്വകൻ തന്റെ 21,000 പുത്രന്മാരുമായി ചെന്ന് ദുന്ദു എന്ന അസുരനെ വധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പേരുണ്ടായി? കുവലയാശ്വകന് പുതിയൊരു പേര് കിട്ടി. അതാണ് ദുന്ദുമാരയിതിഖ്യാതഃ തൽസുതാസ്തേ ച ജജ്വലുഃ ദുന്ദോർമുഖാഗ്നിനാ സർവേ ത്രയ ഏവാവശേഷിതാഃ. ദുന്ദുമാരയിതിഖ്യാതഃ തൽസുതാസ്തേ ച ജജ്വലുഃ ദുന്ദോർമുഖാഗ്നിനാ സർവേ ത്രയ ഏവാവശേഷിതാഃ. ദുന്ദുമാര ഇതിഖ്യാതഃ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം, ഈ കുവലയാശ്വകൻ ദുന്ദുവിനെ വധിച്ചതുകൊണ്ട് ദുന്ദുമാരൻ, ദുന്ദുവിനെ മരിപ്പിച്ചവൻ എന്ന പേരും കിട്ടി, ഒരു ടൈറ്റിൽ കിട്ടി. കുവലയാശ്വകൻ തന്നെയാണ് ദുന്ദുമാരൻ. ഇനി തൽസുതാസ്തേച്ച ജജ്വലു, അദ്ദേഹത്തിന്റെ പുത്രന്മാർ ജ്വലിച്ചു എന്ന് വെച്ചാൽ ദഹിച്ചു. എന്തുകൊണ്ട്? ദുന്ദോഹോ മുഖാഗ്നിനാ സർവേ സുതാഹ, അദ്ദേഹത്തിന്റെ പുത്രന്മാരെല്ലാവരും ദുന്ദോഹോ മുഖാഗ്നിന, ആ ദുന്ദു എന്ന് പറഞ്ഞ അസുരന്റെ വായിൽ നിന്ന് വന്ന അഗ്നി കൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രന്മാർ 21,000 പേരും ദഹിച്ചു എന്ന് പറയാം. 21,000 തികച്ചു ദഹിച്ചിട്ടില്ല. ത്രയ ഏവ അവശേഷികാഹ, 3 പേരെ ശേഷിച്ചുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ 20,997 കുട്ടികളും അഥവാ മക്കളും ഈ യുദ്ധത്തില് ഇദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന് വന്ന അഗ്നി കൊണ്ട്, വായിൽ നിന്ന് വന്ന അഗ്നി കൊണ്ട് ദഹിച്ചുപോയി. അപ്പൊ ആകെ ശേഷിക്കുന്നത് ഇനി 3 പേര്. ആ 3 പേരുടെ പേര് പറയാണ് അടുത്ത
ശ്ലോകത്തില്. ദൃഢാശ്വഃ കപിലാശ്വശ്ച ഭദ്രാശ്വ ഇതി ഭാരത ദൃഢാശ്വപുത്രോ ഹര്യശ്വോ നികുംഭഃ തൽസുതസ്മൃതഃ. അപ്പൊ ദുന്ദുമാരന്റെ 21,000-ൽ 3 മക്കൾ മാത്രം ഈ യുദ്ധശേഷം ശേഷിച്ചു. അവരിൽ ദൃഢാശ്വൻ, കപിലാശ്വൻ, ഭദ്രാശ്വൻ 3 മക്കളാണ്. 3 പേരുടെ പേരിലും അശ്വശബ്ദമുണ്ട്. ദൃഢാശ്വഃ കപിലാശ്വഃ ഭദ്രാശ്വഃ ഇതി. ഹേ ഭാരത, അല്ലയോ പരീക്ഷിത് രാജാവേ. പിന്നീട് ആ വംശത്തെ പറയുന്നു. ദൃഢാശ്വപുത്രോ ഹര്യശ്വോ. ദൃഢാശ്വന്റെ പുത്രൻ ഹര്യശ്വൻ. ഇപ്പൊ മൂത്തപുത്രനായ ദൃഢാശ്വന്റെ പുത്രനായിട്ട് ഹര്യശ്വൻ. നികുംഭഃ തൽസുതസ്മൃതഃ. ഹര്യശ്വന്റെ പുത്രനായിട്ട് നികുംഭഃ സ്മൃതഃ പറയപ്പെടുന്നു. ഇപ്പൊ നികുംബൻ അദ്ദേഹത്തിന്റെ പുത്രനാകുന്നു. ദൃഢാശ്വപുത്രോ ഹര്യശ്വോ നികുംഭഃ തൽസുതസ്മൃതഃ. തുടർന്ന് ബർഹണാശ്വോ നികുംഭസ്യ കൃശാശ്വോധാസ്യ സേനജിത് യുവനാശ്വോ ഭവത്തസ്യ സ്വോ അനപത്യോ വനംഗതഃ. ഭാര്യാശതേന നിർവിണ്ണഃ ഋഷയോസ്യ കൃപാലവഃ ഇഷ്ടിം സ്മവർത്തയാം ചക്രുഃ ഐന്ദ്രീം തേ സുസമാഹിതാഃ. ബർഹണാശ്വോ നികുംഭസ്യ കൃശാശ്വോധാസ്യ സേനജിത് യുവനാശ്വോ ഭവത്തസ്യ സോനപത്യോ വനംഗതഃ. ഭാര്യാശതേന നിർവിണ്ണഃ ഋഷയോസ്യ കൃപാലവഃ ഇഷ്ടിം സ്മവർത്തയാം ചക്രുഃ ഐന്ദ്രീം തേ സുസമാഹിതാഃ. അപ്പോ നികുംബനെ പറഞ്ഞു. ദൃഢാശ്വന്റെ പുത്രനായ ഹര്യശ്വന്റെ പുത്രനായി നികുംബൻ എന്ന് പറഞ്ഞു. ആ നികുംബന്റെ പുത്രനായി ബർഹണാശ്വൻ. ബർഹണാശ്വന്റെ പുത്രനായി കൃശാശ്വൻ. ഇതാണ് ബർഹണാശ്വോ നികുംബസ്യ കൃശാശ്വോ അദാസ്യ. അപ്പോ നികുംബന്റെ പുത്രനായി കൃശാശ്വൻ. പിന്നെ അസ്യ സേനജിത്ത്, അവന്റെ പുത്രനായിട്ട് സേനജിത്ത് എന്ന് പറഞ്ഞൊരു കുമാരനുണ്ടായി. ആ സേനജിത്തിന്റെ പുത്രനാണ് യുവനാശ്വൻ. സേനജിത്തിന്റെ പുത്രൻ യുവനാശ്വ അഭവത് തസ്യ. തസ്യ എന്ന് പറയുമ്പോൾ ആ മുകളിൽ പറഞ്ഞ സേനജിത്. സേനജിത്തിന് യുവനാശ്വൻ എന്ന പേരിൽ പുത്രനുണ്ടായി. ഇനി ആ യുവനാശ്വന്റെ കഥയാണ് ഒരു 10-12 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. അല്ല, 10-12 ഇല്ല, കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട്. അദ്ദേഹത്തിന്റെ പുത്രനായി മാന്ധാതാവ് എന്ന് പറയുന്ന ഒരു മഹാരാജാവ്, ചക്രവർത്തി ഉണ്ടാകുന്ന കഥ. ഇപ്പൊ യുവനാശ്വോ അഭവത് തസ്യ സഹ അല്ല സ്വ അനപത്യോ വനംഗതഃ. ഇവിടെ സഹ എന്ന് പറഞ്ഞാൽ യുവനാശ്വ, അനപത്യ അപത്യങ്ങളില്ലാതെ സന്തതികളില്ലാതെ വനംഗതഃ. എന്തുകൊണ്ട്? നിർവിണ്ണഃ, വിരക്തനായിട്ട്, മക്കളില്ലാതെ എന്ത് ജീവിതം എന്ന് കരുതി നിരാശനായിട്ട് ദുഃഖിതനായിട്ട് എന്നൊക്കെ പറയാം. നിർവിണ്ണനായിട്ട് അദ്ദേഹം വനത്തിലേക്ക് പോയി. ആരോട് കൂടെ? ഭാര്യ ശതേന. അപ്പൊ 100 ഭാര്യമാരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സന്തതികൾ ഉണ്ടാവാനായിട്ട് 100 ഭാര്യമാരെ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു. 100 പേരിലും സന്തതികളില്ല. എന്തായാലും അപ്പോ യുവനാശ്വന് 100 ഭാര്യമാരുണ്ടായിട്ടും സന്തതികളില്ലാത്തത് കൊണ്ട് അദ്ദേഹം വിരക്തനായി, നിർവിണ്ണനായി, ദുഃഖിതനായി വനത്തിലേക്ക് ചെന്നു. അപ്പോ ഋഷയഃ അസ്യ കൃപാലവഃ ഇഷ്ടിം സ്മ വർത്തയാൻ ചക്രുഃ ഐന്ദ്രീം തേ സുസമാഹിതാഃ. ഈ വനത്തിൽ വെച്ച് യുവനാശ്വനെ കണ്ടതായിട്ടുള്ള ഋഷികൾ കൃപാലവഃ, അവർ കൃപാലുക്കളാണ്. ഇദ്ദേഹത്തിന്റെ സങ്കടം ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരറിഞ്ഞു. അങ്ങനെ യുവനാശ്വന്റെ സങ്കടം മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ അതിന് പരിഹാരം ചെയ്യാനായിക്കൊണ്ട് ഇഷ്ടിം വർത്തയാൻ ചക്രുസ്മ, ഇഷ്ടിയെ വർത്തിച്ചുത്രേ. ഇഷ്ടി എന്ന് പറഞ്ഞാൽ പുത്രകാമേഷ്ടി. ആരെ ഇതായിക്കൊണ്ട്? ഐന്ദ്രീം, ഇന്ദ്രനെ ആരാധിച്ചുകൊണ്ട്. ഐന്ദ്രീം ഇഷ്ടിം, ഇന്ദ്രനെ സംബന്ധിച്ച യാഗം. ഇന്ദ്രൻ പ്രസാദിച്ച് ഇദ്ദേഹത്തിന് സന്തതികൾ ഉണ്ടാവണമെന്നുള്ള താല്പര്യത്തോടെ ഐന്ദ്രീം ഇഷ്ടിം വർത്തയാൻ ചക്രുസ്മ, ഈ ഋഷിമാരെല്ലാരും കൂടി ഇദ്ദേഹത്തിന് വേണ്ടി ഒരു യാഗം ചെയ്തു. തേ സുസമാഹിതാഹ, അവരെല്ലാവരും വളരെ സമാഹിതരായിട്ട് ഏകാഗ്രചിത്തതയോടെ അല്ലെങ്കിൽ ശ്രദ്ധയോടെ നടത്തി.
അങ്ങനെ യാഗത്തിന്റെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കണം. ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതല്ലല്ലോ. അപ്പൊ രാജാവും ഭാര്യമാരും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഈ ഋഷിമാരുടെ അതിഥികളായി അവിടെ പർണശാലകളിൽ താമസിക്കുന്നുണ്ടാവും. യജമാനൻ ഇദ്ദേഹമാണ്, യാഗത്തിന്റെ യജമാനൻ യുവനാശ്വനാണ്. രാജാ തദ്യജ്ഞസദനം പ്രവിഷ്ടോ നിശിതർഷിതഃ ദൃഷ്ട്വാ ശയാനാൻ വിപ്രാൻ താൻ പപൗ മന്ത്രജലം സ്വയം. രാജാ തദ്യജ്ഞസദനം പ്രവിഷ്ടോ നിശിതർഷിതഃ ദൃഷ്ട്വാ ശയാനാൻ വിപ്രാൻ താൻ പപൗ മന്ത്രജലം സ്വയം. ഞാനും തിരിജലം കുടിക്കട്ടെ. എന്താ സംഭവിച്ചത്? രാജാ തദ് യജ്ഞസദനം പ്രവിഷ്ടഃ നിശി തർഷിതഃ. നിശി രാത്രിയില്, തർഷിതഃ തൃഷ്ണയോടുകൂടിയവനായിട്ട്, എന്നുവെച്ചാൽ ദാഹത്തോടു കൂടിയവനായിട്ട്. അപ്പൊ രാത്രി ഉറങ്ങാൻ കിടന്ന രാജാവിന്, യുവനാശ്വന് നല്ല ദാഹം തോന്നി. അപ്പൊ എന്ത് ചെയ്തു രാജാവ്? തദ് യജ്ഞസദനം പ്രവിഷ്ടഃ, ആ യജ്ഞശാലയിലേക്ക് പ്രവേശിച്ചു. നോക്കിയപ്പോ താൻ വിപ്രാൻ ശയാനാൻ ദൃഷ്ട്വാ, ആരോടും ചോദിക്കാനൊരു നിവൃത്തിയില്ല. എല്ലാ ബ്രാഹ്മണരും പുരോഹിതന്മാരൊക്കെ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്നവരെ ഉണർത്തി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി. എന്നിട്ടോ അവിടെ ഒരു കലശത്തിൽ കുറച്ച് വെള്ളം ഇരിക്കണ കണ്ടു. മന്ത്രജലം, മന്ത്രപൂരിതമായ ജലമാണ് അത്. സ്വയം പപൗ, ആരോടും ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം എടുത്ത് പപൗ പാനം ചെയ്തു. അപ്പോ രാത്രി ദാഹിച്ചതായിട്ടുള്ള രാജാവ് യജ്ഞശാലയ്ക്കകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഇവരെല്ലാം ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് ആരെയും ഉപദ്രവിക്കേണ്ട എന്ന് കരുതിയിട്ടാവാം സ്വയം അവിടെ കണ്ടതായിട്ടുള്ള ഒരു കലശത്തിലെ വെള്ളം, അത് മന്ത്രജലമായിരുന്നു, അതിനെടുത്ത് കുടിച്ചു. ഈ സമയത്ത് ബ്രാഹ്മണർ എഴുന്നേറ്റു. ഉത്തിദാസ്തേ നിശാമ്യാദ വ്യുതകം കലശം പ്രഭോ പപ്രച്ചുഹു കസ്യ കർമ്മേദം പീതം പുംസവനം ജലം. ഉത്ഥിതാസ്തേ നിശമ്യാദാവ്യുദകം കലശം പ്രഭോ പപ്രച്ചുഹു കസ്യ കർമ്മേദം പീതം പുംസവനം ജലം. പിറ്റേ ദിവസമായിരിക്കാം അവർ എഴുന്നേറ്റിട്ടുണ്ടാവുക. എന്തായാലും തേ ഉത്തിദാഹ, അവരെല്ലാം എഴുന്നേറ്റപ്പോൾ അധ നിശമ്യ, അവര് കണ്ടു അഥവാ മനസ്സിലാക്കി. നിശാമ്യ, നിശാമ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്. ഇവിടെ കണ്ടിട്ട് അവരെന്താ കണ്ടത്? കലശം വ്യുദകം, അവര് വെച്ചിരുന്ന കലശം വ്യുദകം. വ്യുദകം എന്ന് പറഞ്ഞാൽ ഉദകരഹിതം. വിഗതം ഉദകം യസ്മാത്, ഏതൊന്നിൽ നിന്ന് ഉദകം പോയോ, വെള്ളം കാലിയായിരിക്കണവോ ആ പാത്രത്തെ, കലശത്തെ വ്യുദകം, ജലരഹിതമായ പാത്രത്തെ കണ്ടു. ഹേ പ്രഭോ, ഇവിടെ പരീക്ഷിത് രാജാവിനെ ശുഖബ്രഹ്മർഷി വിളിച്ചതാണ് പ്രഭോ എന്ന്. പപ്രച്ചുഹു കസ്യ കർമ്മേദം പീതം പുംസവനം ജലം. അവര് പപ്രച്ചു, പ്രശ്നം ചെയ്തു, ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു, ഇത് ആരുടെ പണിയാണിത് എന്ന്. കസ്യ കർമ്മ ഇതം, ഇതാരുടെ പ്രവൃത്തിയാണ്, എന്താ പണി? പുംസവനം ജലം പീതം, ആ പുംസവനത്തിനായി കൊണ്ടുവച്ചിരുന്നതായിട്ടുള്ള ജലത്തെ കുടിച്ചിരിക്കുന്നു. പുംസവനം എന്ന് പറഞ്ഞാല് പുരുഷനെ സവിക്കാൻ വേണ്ടിയിട്ട്, പുരുഷ സന്തതി ജനിക്കാൻ വേണ്ടി മന്ത്രപൂരിതമാക്കി വെച്ചിരുന്നതായിട്ടുള്ള ജലം. അപ്പൊ ഗർഭം ജനിപ്പിക്കാൻ വേണ്ടി ഭാര്യമാർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി ജപിച്ചു വെച്ച വെള്ളമാണ്, സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള വെള്ളമാണ്. അദ്ദേഹത്തിന്റെ പട്ടമഹിഷിയെ കൊണ്ട് കുടിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. അവർ കുടിച്ചാൽ അവർക്ക് ഗർഭം ഉണ്ടാവും, പുരുഷനെ പ്രസവിക്കും. പക്ഷെ ധാരപ്പ കുടിച്ചത്? രാജാവ് കുടിച്ചു, പുരുഷൻ കുടിച്ചു. സ്ത്രീകൾ കുടിക്കുന്നതിന് പകരം, ഭാര്യമാർ കുടിക്കുന്നതിന് പകരം ഭർത്താവായ രാജാവ് തന്നെ, യുവനാശ്വൻ തന്നെ വെള്ളം കുടിച്ചു. എന്തായി? രാജ്ഞാപീതം വിദിത്വാത് ഈശ്വര പ്രഹിതേന തേ ഈശ്വരായ നമശ്ചക്രു അഹോ ദൈവബലം ബലം. രാജ്ഞാപീതം വിദിത്വാധ ഈശ്വര പ്രഹിതേന തേ ഈശ്വരായ നമശ്ചക്രു അഹോ ദൈവബലം ബലം. രാജ്ഞാപീതം വിദിത്വാ അത് ഈശ്വര പ്രഹിതേന തേ ഈശ്വരായ നമഃ ചക്രുഹു അഹോ ദൈവബലം ബലം. എന്താ സംഭവിച്ചത്? ഈശ്വരപ്രഹിതേന രാജ്ഞ പീതം വിദിത്വ,
ഇവിടെ രാജാവിനാൽ, രാജ്ഞ എന്ന് പറഞ്ഞാൽ രാജാവിനാൽ പീതം. ആരാ കുടിച്ചത്? രാജാവാണ് പ്രതി. യജമാനൻ തന്നെ ഈ പുംസവനം ജലത്തെ കുടിച്ചിരിക്കുന്നു. എന്താ കാരണം? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വരപ്രഹിതേന, ഈശ്വരനാൽ പ്രേരിതനായിട്ട് ആ സമയത്ത് അദ്ദേഹത്തിനെ ഈശ്വരൻ പ്രേരിപ്പിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് ദാഹം ഉണ്ടാക്കിച്ചു, എഴുന്നേൽപ്പിച്ചു. ഇവരൊക്കെ അതേ സമയത്ത് ഉറങ്ങിക്കിടന്നു. ആകെ കൂടി കണ്ട ജലം, ആ കലശത്തിലുള്ള പുംസവനം ജലം, അത് അദ്ദേഹത്തിന് കുടിക്കാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അത് തന്നെ കുടിച്ചു. അദ്ദേഹം അറിയുന്നില്ല അത് പുംസവനം ജലമാണെന്നൊന്നും. അറിവില്ലായ്മ കൊണ്ട് അദ്ദേഹം അത് ആരോടും ചോദിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്വയം കുടിച്ചു. ഇതൊക്കെ ആരുടെ നിശ്ചയമാണ്? അത് ഈശ്വരപ്രഹിതേന. അപ്പോ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പല അബദ്ധങ്ങളും നമുക്ക് പറ്റിയാലും നമുക്ക് ആശ്വസിക്കാം, ഈശ്വരപ്രഹിതം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എന്തായാലും ഈശ്വരപ്രഹിതേന രാജ്ഞാ പീതം വിദിത്വ, ഇദ്ദേഹം കുടിച്ചത് അറിഞ്ഞിട്ട് അവരെല്ലാവരും, ഋഷിമാരെല്ലാവരും എന്ത് ചെയ്തു? ഈശ്വരായ നമഃ ചക്രുഹു, ഈശ്വരനായിട്ട് നമസ്കാരത്തെ ചെയ്തു. നമസ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അഹോ ദൈവബലം ബലം. ആശ്ചര്യം തന്നെ, ദൈവബലം തന്നെയാണ് ഏറ്റവും വലിയ ബലം. ഈശ്വര നിശ്ചയം അഥവാ വിധി, അല്ലെ, അലംഘനീയ കമലാസനാജ്ഞ, കമലാസനന്റെ ആജ്ഞ. കമലാസനൻ ബ്രഹ്മദേവൻ, ബ്രഹ്മാവ് എഴുതുന്നതിനെയാണ് വിധി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ വിധിയെ ആർക്കും തടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതുതന്നെ ഈശ്വരന്റെ ബലം, ദൈവബലം. ബലം, ദൈവബലമാണ് ബലം. നമ്മുടെ ഒന്നുമല്ല. നമ്മൾ എന്തൊക്കെയോ കണക്ക് കൂട്ടി എന്തൊക്കെയോ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഈശ്വരൻ ഇന്റർവീൻ ചെയ്ത് നമ്മൾ വിചാരിച്ചതിനെ മാറ്റി മറിക്കുന്നു, അല്ലേ? അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയേ എന്ന് പറയും. അത് തന്നെ. അപ്പോ പിന്നെന്തായി? ഇപ്പോ വെള്ളം ഇയാള് കുടിച്ചു. ഇയാൾ കുടിച്ചാൽ മന്ത്രം ജപിച്ചതായിട്ടുള്ള ജലമാണേ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗർഭമുണ്ടായി. അതാ സംഭവിച്ചത്. തതക്കാല ഉപാവൃത്തേ കുക്ഷിം നിർവിദ്യ ദക്ഷിണം യുവനാശ്വസ്യ തനയഃ ചക്രവർത്തി ജജാനഃ. തതക്കാല ഉപാവൃത്തേ കുക്ഷിം നിർവിദ്യ ദക്ഷിണം യുവനാശ്വസ്യ തനയഃ ചക്രവർത്തി ജജാനഃ. തതഃ കാലേ ഉപാവൃത്തേ സതി, അനന്തരം കാലം കടന്നുപോയപ്പോൾ, എന്നുവെച്ചാൽ 10 മാസം ഗർഭം പൂർത്തീകരിച്ചപ്പോൾ, കുക്ഷിൻ നിർബിദ്യ ദക്ഷിണം, ദക്ഷിണം കുക്ഷിൻ നിർബിദ്യ, അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് വയറ് കീറി. സിസേറിയൻ, ഫസ്റ്റ് സിസേറിയൻ ആയിരിക്കും, അല്ലെ? ശസ്ത്രക്രിയ ചെയ്തു. അപ്പോ ദക്ഷിണം കുക്ഷിം നിർബിദ്യ യുവനാശ്വസ്യ തനയഃ ചക്രവർത്തി ജജാനഃ. യുവനാശ്വന്റെ പുത്രനായിട്ട് ചക്രവർത്തി ജനിച്ചു. ഹാ, ആശ്ചര്യം! ആർക്കൊന്നും ദോഷമൊന്നുമില്ലാതെ സംഭവിച്ചു. കുട്ടി ജനിച്ചത് അച്ഛനിൽ നിന്ന് അയോനിജനായി ജനിച്ചു. ഗർഭപാത്രം എങ്ങനെ ഉണ്ടായി എന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ഉദരത്തിലെ ഈശ്വര വിധിപ്രകാരം, ഈശ്വര നിശ്ചയപ്രകാരം യുവനാശ്വൻ ഗർഭം ധരിച്ച് 10 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ദക്ഷിണ ഭാഗം വയറ് കീറി കുട്ടിയെ പുറത്തെടുത്തു. ആ കുട്ടിയാണ് ഇനി വലിയ പ്രശസ്തനായ ചക്രവർത്തി, മാന്ധാതാവായി തീരുന്നത്. ജജാനഃ, ജനിച്ചു. ആശ്ചര്യം! കം ധാസ്യതി കുമാരോയം സ്തന്യം രോരൂയത്തെ ഭൃശം മാം ധാതാ വത്സമാരോദീഹി ഇതീന്ദ്രോ ദേശിനീം അദാത്. കം ധാസ്യതി കുമാരോയം സ്തന്യം രോരൂയത്തെ ഭൃശം മാം ധാതാ വത്സമാരോദീഹി ഇതി ഇന്ദ്രോ ദേശിനീം അദാത്. കുട്ടിയെ പ്രസവിച്ചു, അല്ലേ? സിസേറിയൻ. കുട്ടി കരയാൻ തുടങ്ങി. അതാണ് രോരൂയത്തെ ഭൃശം. ഭൃശം രോരൂയത്തെ, നല്ല പോലെ കരയുണ്ട്, വാവിട്ട് നിലവിളിച്ച് കരയുന്നുണ്ട്, വിശന്നിട്ട്. അപ്പോ അവിടെയുള്ളവരൊക്കെ ചോദിച്ചു, അയം കുമാരഃ ഖം സ്തന്യം ദാസ്യതി, ഈ കുമാരൻ
ഇത് നല്ലോണം കരയുന്നു. ഭൃശം രോരൂയത്തെ അയം കുമാരഹ ഭൃശം രോരൂയത്തെ, ഈ കുട്ടി വല്ലാതെ കരയുന്നു. ഇവന് കം ദാസ്യതി സ്തന്യം. അപ്പോ ആരെ പാനം ചെയ്യിക്കും? കം എന്ന് പറഞ്ഞാൽ ആരെ കുടിക്കും ഇവൻ? ആരുടെ മുലപ്പാൽ ഇവൻ കുടിക്കും എന്ന് അവിടെയുള്ളവരൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഇന്ദ്രൻ അവിടെ വന്നു. മാം ധാത, കാരണം ഇന്ദ്രനെ ഉദ്ദേശിച്ചിട്ടാണല്ലോ യാഗം ചെയ്തത്. ഇന്ദ്രൻ പ്രസാദിച്ചിരിക്കുന്നു താല്പര്യം. പ്രസാദിച്ചതായിട്ടുള്ള ഇന്ദ്രൻ വന്നു. മാം ധാത, എന്നെ പാനം ചെയ്യട്ടെ അവൻ, എന്നിൽ നിന്ന് കുടിച്ചുകൊള്ളട്ടെ എന്ന് താല്പര്യം. എന്നിട്ട് എന്താ കൊടുത്ത? ഇത് ഇന്ദ്രഹ ദേശിനിയും അത് ദേശിനി എന്ന് പറഞ്ഞാൽ തർജനി, ഈ ദേശിക്കുന്ന വിരല്, ചൂണ്ടിക്കാണിക്കുന്നത്, നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വിരലിന് തർജനി എന്നും ദേശിനി എന്നും പേര്. തർജനി പേടിപ്പിക്കുമ്പോഴാണ് തർജനം ചെയ്യുമ്പോൾ തർജനി, ചൂണ്ടിക്കാണിക്കുമ്പോൾ ദേശിനി. രണ്ടു പേരുള്ള വിരലാണ് ഈ ചൂണ്ടുവിരല്. അപ്പൊ ചൂണ്ടുവിരലിനെ കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഇന്ദ്രന്റെ ചൂണ്ടുവിരല് എന്ന് പറഞ്ഞാൽ അത് അമൃതപാനം ചെയ്തിട്ടുള്ള അമൃതസ്പർശമുള്ളതായിട്ടുള്ള കൈകളാണ്. ലോകത്തെ മുഴുവൻ വൃഷ്ടിയിലൂടെ പോഷിപ്പിക്കുന്നവനും ഇന്ദ്രനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ദിവ്യ ശക്തി ഉള്ളത് കൊണ്ട് ആ കുട്ടി സന്തോഷമായിട്ട് കുടിച്ചു, കരഞ്ഞില്ല. അപ്പൊ ഇന്ദ്രനിൽ നിന്ന് തന്നെ സ്തന്യം അല്ലെങ്കിൽ ദേശിനിയെ പാനം ചെയ്തുകൊണ്ട് അമൃത സമാനമായിട്ടുള്ള ഒരു പാനം ലഭിച്ച കുട്ടിയായി ധന്യനായി തീർന്നു എന്ന് താല്പര്യം. ആ കുട്ടിയുടെ മുഖത്ത് ദേശിനിയും അത്. തുടർന്ന് നമമാര പിതാ തസ്യ വിപ്രദേവ പ്രസാദതഃ യുവനാശ്രോത തത്രൈവ തപസാ സിദ്ധിമന്വഗാത്. നമമാര പിതാ തസ്യ വിപ്രദേവ പ്രസാദതഃ യുവനാശ്രോത തത്രൈവ തപസാ സിദ്ധിമന്വഗാത്. നമമാര പിതാ തസ്യ പിതാ നമമാര, അവന്റെ അച്ഛൻ മരിച്ചില്ല. ആരുടെ അച്ഛൻ? ഈ കുട്ടിയുടെ, ഈ മാന്ധാതാവ് എന്നറിയപ്പെടാൻ പോകുന്ന കുട്ടിയുടെ അച്ഛൻ മരിച്ചില്ല. ആര്? യുവനാശ്വൻ മരിച്ചില്ല. എന്തുകൊണ്ട്? വിപ്രദേവ പ്രസാദതഃ, വിപ്രന്മാരുടെയും ദേവന്മാരുടെയും പ്രസാദം ഹേതുവായിട്ട് അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല. യുവനാശന്റെ വയറ് കീറി ഗർഭമെടുത്തുവെങ്കിലും എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആപത്തൊന്നും സംഭവിച്ചില്ല. അതൊക്കെ അവര് മാനേജ് ചെയ്തു അവരുടെ അനുഗ്രഹം കൊണ്ട്. വിപ്രദേവ പ്രസാദതഃ തസ്യ പിതാ നമമാര. എന്നിട്ടോ യുവനാശ്വ അത് തത്രൈവ തപസാ സിദ്ധിം അന്വഗാത്. പിന്നീട് ആ യുവനാശ്വൻ തനിക്ക് ജനിച്ച പുത്രനെ പിന്നീട് രാജാവാക്കിക്കൊണ്ട് അതിനുള്ള വഴി വെച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തപസ്സുകൊണ്ട് ആ വനത്തിൽ വെച്ച് തന്നെ സിദ്ധിയെ പ്രാപിച്ചു. എന്നുവെച്ചാൽ നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ തത്രൈവ എന്നുള്ള പദം കൊണ്ട് സൂചിക്കുന്നത്. അവിടെ തന്നെ സിദ്ധിയെ പ്രാപിച്ചു തപസ്സുകൊണ്ട്. എന്ന് വെച്ചാല് പ്രസവിച്ച ഒരാള് അല്ലെ രാജാവായിട്ടിരിക്കുന്നതിൽ എന്തോ ഒരു അനൗചിത്യം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? സ്ത്രീയെ പോലെ പ്രസവിച്ച ഒരാള് സിംഹാസനത്തിൽ ഇരുന്ന് നമ്മളെ ഭരിക്കുന്നു. അപ്പോൾ ഒരു ആളുകളുടെ പരിഹാസത്തിന് പാത്രവും, എല്ലാവരും നിന്ദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനിടവയ്ക്കാതെ അദ്ദേഹം സിംഹാസനത്തിലേക്ക് പിന്നെ പോയില്ല. വനത്തിൽ വെച്ച് തന്നെ സിദ്ധിയെ പ്രാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ പിന്നീട് യുവാവായപ്പോൾ രാജ്യഭാരം ഏറ്റെടുത്തിട്ടുണ്ടാവും. അതുവരയ്ക്ക് എന്തെങ്കിലും അറേഞ്ച്മെന്റുകളൊക്കെ വസിഷ്ഠന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടാവും. എന്തായാലും കഥ തുടരുകയാണ്. ത്രസദ്ദസ്യുഹു ഇതീന്ദ്രോംഗ വിദധേ നാമ തസ്യ വൈ യസ്മാത്രസന്ദിഹ്യുദ്വിഗ്നാഃ ദസ്യവോ രാവണാദയഃ. ത്രസദ്ദസ്യുരിതീന്ദ്രോംഗ വിദധേ നാമ തസ്യ വൈ യസ്മാത്രസന്ദിഹ്യുദ്വിഗ്നാഃ ദസ്യവോ രാവണാദയഃ. ഹേ അംഗ, അല്ലയോ പരീക്ഷിത് രാജാവേ, തസ്യ നാമവിദധേ, അവന് നാമം വെച്ചു, നാമം സങ്കല്പിച്ചു. ആര്? ഇന്ദ്രഹ. ഇന്ദ്രൻ അവന് നാമകരണം ചെയ്തു. എന്തു പേരാണ് ഇട്ടത്? ത്രസദ്ദസ്യുഹു. ത്രസദ്ദസ്യുഹു എന്ന് പറഞ്ഞാൽ ദസ്യുക്കൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, കള്ളന്മാർ, കൊള്ളക്കാർ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ശത്രുക്കളെ ത്രസിപ്പിക്കുന്നവൻ, ഭയപ്പെടുത്തുന്നവൻ.
ആരെക്കുറിച്ച് കേൾക്കുന്ന മാത്രയിൽ തന്നെ ശത്രുക്കളും ദുഷ്ടന്മാരുമൊക്കെ വിറയ്ക്കുമോ, പേടിച്ചു വിറയ്ക്കുമോ, അവനാണ് ത്രസദ്ദസ്യു. അപ്പൊ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ആരാ കൊടുത്ത? ഇന്ദ്രൻ. എന്തുകൊണ്ട്? യസ്മാത് ത്രസന്തിഹി ഉദ്വിഗ്നാഹ ദസ്യവോ രാവണാദയ. യസ്മാത് ഏതൊരുവനിൽ നിന്ന്, ഏതൊരു ത്രസദ്ദസ്യുവിൽ നിന്ന്, ഉദ്വിഗ്നാഹ ദസ്യവഹ രാവണാദയ ത്രസ്യന്തി. ഉദ്വിഗ്നാഹ ഭയപ്പെട്ടവരായിട്ട്, ഉദ്വേഗമുള്ളവരായിട്ട്, രാവണാദയ ദസ്യവഹ രാവണൻ തുടങ്ങിയിട്ടുള്ള ദസ്യുക്കള്, ദുഷ്ടന്മാര് എല്ലാവരും തന്നെ ത്രസന്തി ഇദ്ദേഹത്തെ ഭയപ്പെടുന്നു. അപ്പൊ രാവണാദികൾ പോലും ഭയപ്പെടുന്ന ആളാണ് ഈ ത്രസദ്ദസ്യു എന്നറിയപ്പെടുന്ന ആള്. അദ്ദേഹം മാന്ധാത എന്ന പേരിലും അറിയപ്പെടുന്നു. യൗവനാശോധമാന്ധാത ചക്രവർത്തി അവനീം പ്രഭു സപ്തദ്വീപവതീം ഏകഃ ശശാസ അച്യുത തേജസാ. യൗവനാശോധമാന്ധാത ചക്രവർത്യവനീം പ്രഭു സപ്തദ്വീപവതീം ഏകഃ ശശാസ അച്യുത തേജസാ. യൗവനാശ്വൻ എന്ന് പറഞ്ഞാൽ യുവനാശ്വന്റെ പുത്രൻ. അപ്പൊ അങ്ങനെയും വിളിക്കാം. യുവനാശ്വപുത്രനായതുകൊണ്ട് യൗവനാശ്വൻ. ശത്രുക്കളെ ഭയപ്പെടുത്തുന്നത് കൊണ്ട് ത്രസദ്ദസ്യുഹു. ഇന്ദ്രനാൽ മാന്ധാത എന്ന് പറയപ്പെട്ടതുകൊണ്ട് മാന്ധാത. എന്നെ പാനം ചെയ്തോളൂ എന്ന് ഇന്ദ്രൻ ആരെ നോക്കി പറഞ്ഞുവോ അതുകൊണ്ട് അദ്ദേഹത്തിന് മാന്ധാതാവ് എന്നും പേര് കിട്ടി. അങ്ങനെ 3 പേരില് അദ്ദേഹത്തെ വിളിക്കാം. യൗവനാശ്വൻ, ത്രസദ്ദസ്യു, മാന്ധാത. ഒരേ ആള് തന്നെയാണ്. അദ്ദേഹം എന്തായി? ചക്രവർത്തി. ചക്രം എന്നാൽ ഭൂമണ്ഡലം. അതിൽ മുഴുവൻ വർത്തിക്കുന്നവൻ, അതിനെ മുഴുവൻ ഭരിക്കുന്നവൻ ചക്രവർത്തി. അപ്പൊ ഭൂമണ്ഡലത്തിന്റെ മുഴുവൻ ചക്രവർത്തി അഥവാ സാർവഭൗമനായി അവനീം. എങ്ങനെയുള്ള അവനീം? സപ്തദ്വീപവതീം. 7 ദ്വീപുകളോടുകൂടിയ ജംബൂദ്വീപാദി സപ്തദ്വീപവതിയായിരിക്കുന്ന അവനിയെ പ്രഭു, ശക്തനായിട്ടുള്ള പ്രഭാവമേറിയവനായിട്ടുള്ള അവൻ, ഏകഃ ശശാസ ഒറ്റയ്ക്ക് ശാസനം ചെയ്തു. ആരുടെയും സഹായം കൂടാതെ ഏകനായി ശാസിച്ചു. എന്തുകൊണ്ട്? അച്യുത തേജസ. ആ അച്യുതനായ ഭഗവാന്റെ തേജസ്സുകൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം നല്ലോണം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക, യുവനാശ്വൻ ആ വെള്ളം കുടിച്ചിട്ടും അനുഗ്രഹ രൂപത്തില് യുവനാശ്വന്റെ ഗർഭത്തിൽ നിന്ന് അല്ലെ പ്രസവിച്ചു വന്നത്. ഭഗവാന്റെ അനുഗ്രഹം നല്ലതുപോലെ ഉണ്ട്. മന്ദാതാവിന്റെ കാലത്ത് തന്നെ രാവണൻ ഉണ്ടാവും. രാവണനൊക്കെ അതിനു മുമ്പേ ഉണ്ടല്ലോ. രാവണൻ വിശ്രവസിന്റെ പുത്രനല്ലേ, കുബേരന്റെ പുത്രനല്ലേ, അല്ല കുബേരന്റെ അനുജനല്ലേ. കുബേരനെ കുറിച്ചൊക്കെ മുമ്പേ സൂചിപ്പിച്ചുല്ലോ. ഉണ്ടാവണം. എന്തായാലും രാവണാദി ശത്രുക്കളെല്ലാം ഭയപ്പെടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രാവണൻ സമകാലീനനായി നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും. തുടരാം. ഈജേ ചയജ്ഞം ക്രതുഭിഃ ആത്മവിദ്ഭൂരി ദക്ഷിണൈഃ സർവദേവമയം ദേവം സർവാത്മകമതീന്ദ്രിയം. ഈജേ ചയജ്ഞം ക്രതുഭിഃ ആത്മവിദ്ഭൂരി ദക്ഷിണൈഃ സർവദേവമയം ദേവം സർവാത്മകമതീന്ദ്രിയം. ആ മാന്ധാതാവ് അഥവാ യൗവനാശ്വൻ അഥവാ ത്രസദ്ദസ്യു അദ്ദേഹം എന്ത് ചെയ്തു? ആത്മവിത്ത് എന്ന് അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചൂടെ. അദ്ദേഹം ആത്മവിത്താണ്, ആത്മജ്ഞാനിയാണ്. ആത്മജ്ഞാനിയായിട്ടുള്ള അദ്ദേഹത്തിന് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ടും ക്രതുഭിഹി ഭൂരിദക്ഷിണൈഹി ക്രതുഭിഹി യജ്ഞം ഈജേ. ഭൂരിദക്ഷിണൈഹി ക്രതുഭിഹി ധാരാളം ദക്ഷിണകളെ കൊടുക്കുന്നതായിട്ടുള്ള യാഗങ്ങളെ കൊണ്ട് യജ്ഞം ഈജെ യജ്ഞനെ യജിച്ചു. യജ്ഞം എന്ന് പറഞ്ഞാൽ ഇവിടെ യജ്ഞഃ എന്നുള്ള ശബ്ദം വിഷ്ണു, വിഷ്ണുവിനെ യജിച്ചു, വിഷ്ണുവിനെ പൂജിച്ചു, വിഷ്ണുവിനെ യാഗങ്ങളെ കൊണ്ട് ആരാധിച്ചു.
ധാരാളം ദക്ഷിണകൾ ബ്രാഹ്മണാദികൾക്ക് കൊടുത്തുകൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആത്മജ്ഞാനിയായതുകൊണ്ട് സ്വർഗാദി പ്രാപ്തിക്ക് വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ടല്ല, അദ്ദേഹം സന്തോഷമായിട്ട് കൃതകൃത്യനായിട്ട് താൻ രാജാവായിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം എന്നുള്ളത് കൊണ്ട്. യഥാ രാജ തഥാ പ്രജ, രാജാവ് തന്നെ സ്വയം ഈശ്വരനെ ആരാധിച്ച് കാണിക്കുകയാണ്. അതിനുവേണ്ടി അതാണ് ആത്മവിത്തായിരുന്നിട്ടും അദ്ദേഹം ഗംഭീരമായിട്ട് ഭൂരിദക്ഷിണൈഹി ക്രതുഭിഹി യജ്ഞം അഥവാ വിഷ്ണു ഈജേ, വിഷ്ണുവിനെ ആരാധിച്ചു. സർവദേവമയം ദേവം സർവാത്മകം അതീന്ദ്രിയം. ആരാണ് ഈ യജ്ഞൻ അഥവാ വിഷ്ണു? അദ്ദേഹം സർവദേവമയനാണ്, എല്ലാ ദേവന്മാരുടെയും ആത്മസ്വരൂപനാണ്. എല്ലാ ദേവന്മാരും വിഷ്ണുവിന്റെ അംശങ്ങളാണ്. അങ്ങനെയുള്ളവനും സർവാത്മകം, എല്ലാറ്റിന്റെയും ആത്മാവാണ് അവൻ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാവാണ്. ഈശാവാസ്യമിതം സർവം, ആത്മാവാസ്യമിതം സർവം. ആ ആത്മസ്വരൂപനാണ് സർവത്തിന്റെയും. അതീന്ദ്രിയം, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനാണ്. എല്ലായിടത്തും നിറഞ്ഞു വ്യാപിച്ചിരിക്കുന്ന ആ വിഷ്ണുവിനെ വേണ്ടതുപോലെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയില്ല. അപ്പൊ അതീന്ദ്രിയനായിരിക്കുന്ന യജ്ഞസ്വരൂപനായ ഭഗവാനെ ആത്മവിത്തായ അദ്ദേഹം ഭൂരിദക്ഷിണൈ ക്രതുഭിഹി ഈജേ, ഗംഭീരമായിട്ട് യാഗങ്ങൾ ചെയ്തു. ദ്രവ്യം മന്ത്രോ വിധിർയജ്ഞോ യജമാനസ്തദർദ്വിജഃ ധർമ്മോ ദേശശ്ച കാലശ്ച സർവമേതദ്യദാത്മകം. ദ്രവ്യം മന്ത്രോ വിധിർയജ്ഞോ യജമാനസ്തദർദ്വിജഃ ധർമ്മോ ദേശശ്ച കാലശ്ച സർവമേതദ്യദാത്മകം. ഇവിടെ സർവാത്മകം എന്ന് പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞു. അതിനെ ഒന്നുകൂടെ സർവമേതത് യദാത്മകം എന്ന് വിസ്തരിക്കുകയാണ്, വ്യാഖ്യാനിക്കുകയാണ്. സർവം ഏതത് സർവം യദാത്മകം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ആരുടേതാണോ, ആരാണോ ഇതിന്റെ എല്ലാം ആത്മാ. അപ്പോ ഈ പിന്നെ യാഗത്തിലുള്ള അംഗങ്ങളെയൊക്കെ പറയേണ്ടതുണ്ടോ? യാഗത്തിൽ ഉപയോഗിക്കുന്ന സർവദ്രവ്യങ്ങളും, യാഗത്തിന് ഒരുപാട് ദ്രവ്യങ്ങൾ ആവശ്യമാണ്. അപ്പൊ ദ്രവ്യങ്ങൾ എല്ലാം ഭഗവാൻ തന്നെയാണ്, അല്ലെ? ഹവിസായി സമർപ്പിക്കപ്പെടുന്ന ഒരുപാട് ചരു പുരോടാശം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ദ്രവ്യങ്ങളുണ്ട്, ഹവിസുകൾ. അതെല്ലാം ഇനി മന്ത്രഃ, ഇതിനെയൊക്കെ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുന്ന പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. ആ വേദമന്ത്രങ്ങളും ഭഗവാൻ തന്നെയാണ്. വിധിഹി, ഈ ഇന്നിന്ന കർമ്മങ്ങൾ ഇന്നിന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ശാസ്ത്രവിധികളുണ്ട്, വേദവിധികളുണ്ട്. ആ വിധി ആരാണ്? ഭഗവാൻ തന്നെയാണ്. വിധിഹി യജ്ഞഃ, യജ്ഞഫലദാതാവായ വിഷ്ണു, അതും ഭഗവാൻ തന്നെയാണ്. യജമാനഃ, ചെയ്യുന്ന യജമാനനും. തഥാ ഋത്വിജഃ, അപ്രകാരം തന്നെ ചെയ്യുന്ന പുരോഹിതന്മാരും ഋത്വിക്കുകളും എല്ലാം ഭഗവാൻ തന്നെയാണ്. ധർമ്മഃ, ഈ കർമ്മം തന്നെയാണ് ധർമ്മം. വിശേഷ വിധിപ്രകാരം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഈ കർമ്മവും ധർമ്മഃ. ദേശശ്ച, ഏത് ദേശത്താണോ ഈ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത് ആ പുണ്യദേശവും ഭഗവാൻ തന്നെയാണ്. കാലശ്ച, ഏത് പുണ്യമായിട്ടുള്ള കാലത്താണോ ഈ യാഗങ്ങൾ നടത്തപ്പെടുന്നത് ആ കാലവും ഭഗവാൻ തന്നെയാണ്. സർവമേതദ്യദാത്മകം, ഇതെല്ലാം ഏതൊരു ഭഗവാൻ തന്നെയാണോ, എല്ലാറ്റിന്റെയും ആത്മാ ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് ഈ വസ്തുക്കൾ ഒന്നുമില്ല എന്ന് അറിയുന്ന സർവവിത്താണ്, ആത്മവിത്താണ് ഈ മാന്ധാതാവ്. എന്നിട്ടും അദ്ദേഹം യാഗം ചെയ്തു. ഏത് ഭാവന? നമ്മള് ഗീതയിലെ ശ്ലോകം ചൊല്ലാറുണ്ട്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ആ സമ്യക് ദർശനം അത് തന്നെയാണ്. ഇതെല്ലാം ഭഗവാന്റെ സ്വരൂപമാണ്. ഭഗവാൻ അല്ലാതെ മറ്റൊരു വസ്തുവില്ല എന്നുള്ള അഭേദഭാവനയോടുകൂടെ, എന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഈ പറഞ്ഞ യാഗം ഭംഗിയായിട്ട് ധാരാളം ദക്ഷിണകളെല്ലാം കൊടുത്തുകൊണ്ട് ഗംഭീരമായിട്ട് അദ്ദേഹം നടത്തി. അത് രാജാവ് എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക്, ചക്രവർത്തി എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക് മറ്റുള്ളവർക്കൊക്കെ മാതൃക കാണിച്ചുകൊണ്ട്. യഥാ രാജ തഥാ പ്രജ.
അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ഈ യാഗം കൊണ്ട് നേടാനില്ല. അത്രയും വലിയൊരു ജ്ഞാനിയാണ്, മഹാത്മാവാണ് ഈ മാന്ധാതാവ് എന്ന് പറഞ്ഞത്. ദ്രവ്യം മന്ത്രോ വിധിർയജ്ഞോ യജമാനസ്തദർദ്വിജഃ ധർമ്മോ ദേശശ്ച കാലശ്ച സർവമേതദ്യദാത്മകം യാവത് സൂര്യ ഉദേതി സ്മ യാവച്ച പ്രതിഷ്ഠതി സർവം തദ് യൗവനാശ്വസ്യ മാന്താതുഃ ക്ഷേത്രമുച്യത്തെ. യാവത് സൂര്യ ഉദേതി സ്മ യാവച്ച പ്രതിഷ്ഠതി സർവം തദ് യൗവനാശ്വസ്യ മാന്താതുഃ ക്ഷേത്രമുച്യത്തെ. സർവം തത് യൗവനാശ്വസ്യ മാന്താതുഃ ക്ഷേത്രം മുച്യത്തെ. ഇതെല്ലാം ആ പുത്രനായ യൗവനാശ്വനായ മാന്ധാതാവിന്റെ ക്ഷേത്രം, അദ്ദേഹത്തിന്റെ രാജ്യം, അദ്ദേഹത്താൽ പരിപാലിക്കപ്പെടുന്നതായിട്ടുള്ള രാജ്യം എന്ന് പറയപ്പെടുന്നു. ഏതൊക്കെ? യാവത് സൂര്യ ഉദേതി, സൂര്യൻ എവിടെയൊക്കെ ഉദിക്കുന്നുണ്ടോ, ഏതൊക്കെ ലോകത്ത് ഏതൊക്കെ ദേശത്ത് സൂര്യപ്രകാശം തട്ടുന്നുണ്ടോ, സൂര്യനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഭൂമണ്ഡലത്തിലെ ദേശങ്ങൾ മുഴുവനും, അതുപോലെ യാവച്ച പ്രതിഷ്ഠതി, എവിടെയാണോ സൂര്യൻ അസ്തമിക്കുന്നത്, അപ്പോ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെയുള്ള സർവഭൂമി, അപ്പൊ ഭൂമി മുഴുവൻ സൂര്യനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള സർവഭൂമിക്കും ഉടമസ്ഥനായിരുന്നു, അഥവാ ചക്രവർത്തിയായിരുന്നു, സാർവഭൗമനായിരുന്നു എന്ന് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചതാണ്. ലോകം മുഴുവൻ, ലോകം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത്, വെളിച്ചം കാണുന്നത്, കാണാൻ സാധിക്കുന്നത്, സൂര്യപ്രകാശം തട്ടുന്നത്, അത് മുഴുവൻ ഭൂമിയും അദ്ദേഹത്തിന്റെ അധീനതയിൽ ആയിരുന്നു. അദ്ദേഹമാണ് രാജാവായി ചക്രവർത്തിയായി ഭരിച്ചിരുന്നത്. യാവത് സൂര്യ ഉദേതി സ്മ യാവച്ച പ്രതിഷ്ഠതി സർവം തദ് യൗവനാശ്വസ്യ മന്ദാതുഃ ക്ഷേത്രമുച്യത്തെ. ശശബിന്ദോർദുഹിതരി ബിന്ദുമത്യാം അധാ നൃപഃ പുരുകുൽസം അംബരീഷം മുചുകുന്ദം ച യോഗിനം തേഷാം സ്വസാരഃ പഞ്ചാശത് സൗഭരിം വവ്രിരേ പതിം. ശശബിന്ദോർദുഹിതരി ബിന്ദുമത്യാം അധാം നൃപഃ പുരുകുൽസം അംബരീഷം മുചുകുന്ദം ച യോഗിനം തേഷാം സ്വസാരഃ പഞ്ചാശത് സൗഭരിം വവ്രിരേ പതിം. ഇദ്ദേഹം വിവാഹം കഴിച്ചത് ആരെയാണെന്ന് പറയണം. മാന്ധാതാവ് വിവാഹം കഴിച്ചത് ശശബിന്ദു എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ അല്ലെങ്കിൽ മഹാത്മാവിന്റെ ദുഹിതാവ്, മകള്. അവളിൽ ദുഹിതരി എന്ന് പറഞ്ഞാൽ മകളിൽ, ശശബിന്ദുവിന്റെ മകളായിട്ടുള്ള ബിന്ദുമത്യാം, ബിന്ദുമതി എന്നാണ് അപ്പൊ പേര്. ബിന്ദുമതിയിൽ അദാത് നൃപഃ, ഈ നൃപഃ രാജാവ് അദാത് ധരിച്ചു, ഗർഭാദാനം ചെയ്തു. ആരെയൊക്കെ ധരിച്ചു? പുത്രന്മാരായിട്ട് 3 പേരും, പഞ്ചാശത് സ്വസാരഃ തേഷാം, അവർക്ക് സഹോദരിമാരായിട്ട് 50 പേരും. അപ്പൊ മൊത്തം 53 സന്തതികൾ. അതാണ് ആരൊക്കെയാണ്? 3 ആൺകുട്ടികൾ എന്ന് പറയുന്നത്. പുരുകുൽസൻ, അംബരീഷൻ, മുചുകുന്ദൻ, യോഗിനം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. യോഗിയായ മുചുകുന്ദനെയും. ആ യോഗിയായ മുചുകുന്ദന്റെ കഥ നമ്മൾ ദശമസ്കന്ധത്തിൽ 52-ാം അധ്യായത്തിൽ കാണും, അല്ലേ? 51ഉം 52ഉം അധ്യായങ്ങളിലായിട്ട് കാണും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രുക്മിണി സ്വയംവരത്തിലേക്ക് പ്രവേശിക്കുക. മുചുകുന്ദ സ്തുതി, മുചുകുന്ദ ഗതി എല്ലാം വായിച്ചിട്ടാണ് രുക്മിണി സ്വയംവരം ആരംഭിക്കുക, രുക്മിണിയുടെ സന്ദേശം. അപ്പൊ അവിടെയാണ് മുചുകുന്ദന്റെ കഥ വിസ്തരിക്കുന്നത്. ഭഗവാൻ എന്താ പറയുക, കാലയവനെ മുചുകുന്ദന്റെ നോട്ടം കൊണ്ട് ദഹിപ്പിക്കുന്ന കഥ, ഒരു ഗുഹയുടെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന. അപ്പൊ ആ മുചുകുന്ദന്റെ മാഹാത്മ്യം അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? ദേവന്മാരുടെ സേനാനായകനായിരുന്നു വളരെ കാലം, അത്രയും യോഗ്യനായിരുന്നു എന്നർത്ഥം. ദേവസേനാപതിയായി വളരെ കാലം സ്വർഗലോകത്ത് ദേവന്മാർക്ക് കാവൽ നിന്ന്
അസുരന്മാരെ തുരത്തി ഓടിച്ച ഒരു മഹാശക്തനായിരുന്നു മുചുകുന്ദൻ. പിന്നീടാണ് സുബ്രഹ്മണ്യസ്വാമി ദേവസേനാപതിയായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോൾ ഇദ്ദേഹം റിട്ടയർ ചെയ്ത് തന്റെ എത്രയോ കാലത്തെ ഉറക്കം ഒന്നിച്ചുറങ്ങാനുള്ള വരം മേടിച്ച് ഭൂമിയിൽ വന്ന് ഒരു ഗുഹയിൽ വന്ന് ഉറങ്ങുന്നത്. ആ ഉറക്കത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ ഉപദ്രവിച്ചാൽ, ഉണർത്തിയാൽ അദ്ദേഹം നോക്കുന്ന മാത്രയിൽ അയാൾ ദഹിച്ചു പോകുമെന്ന് ദേവന്മാര് ഒരു അഡീഷണൽ വരവും കൂടി അദ്ദേഹം ചോദിക്കാതെ തന്നെ കൊടുത്തിരുന്നു. അപ്പൊ ആ കഥയിൽ നമുക്ക് അത് വിസ്തരിച്ച് നമുക്ക് 52 ദശമസ്കന്ധത്തിലെ 52 അധ്യായത്തിൽ കാണാം. അപ്പൊ ആ മുചുകുന്ദനാണിത്. അംബരീഷൻ ഇത് വേറെ രണ്ടാം അംബരീഷൻ. മറ്റത് അംബരീഷൻ നാഭാഗതനയനായിട്ടുള്ള അംബരീഷനെയാണ് നമ്മൾ ദുർവാസാവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ച മഹാത്മാവായ ഭഗവത് ഭക്തനായ ഭാഗവതോത്തമനായിട്ടുള്ള അംബരീഷൻ. ഇത് മാന്താതിപുത്രനായ അംബരീഷൻ. അപ്പൊ അംബരീഷൻ 1, അംബരീഷൻ 2. ഇത് തമ്മിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. ഇങ്ങനെ ഒരുപാട് പേർക്ക് പേര് ആവർത്തിച്ചു വരും. എത്രയോ തലമുറകൾ കഴിയുമ്പോൾ വീണ്ടും 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 ആവർത്തിച്ച് പേരുകൾ വരും. അപ്പോ ശശബിന്ദോഹോ ദുഹിതരി ബിന്ദുമത്യാം അതാത് നൃപഹ. ഈ നൃപൻ ഇവരെയെല്ലാം ധരിച്ചു. പുരുകുൽസൻ എന്ന പുത്രൻ, അംബരീഷൻ എന്ന പുത്രൻ, മുചുകുന്ദൻ എന്ന യോഗി, ഭക്തിയോഗി. തേഷാം സ്വസാരഹ 50. ഇവരുടെ ഈ 3 പേരുടെയും സ്വസാരഹ എന്നുള്ളത് സഹോദരിമാർ എന്ന ബഹുവചനം, സ്വസാ ഏകവചനം. ഏക സഹോദരിയാണെങ്കിൽ സ്വസാ എന്ന് പറയും, ബഹുവചനത്തില് സ്വസാരഹ. സഹോദരിമാർ 50. അവരെന്ത് ചെയ്തു? സൗഭര്യം വവ്രിരേ പതിം. സൗഭര്യം പതിം വവ്രിരേ. സൗഭരി മഹർഷിയെയാണ് അവര് പതിയായിട്ട് വരിച്ചത്. അപ്പൊ പിന്നെ സൗഭരി മഹർഷി എങ്ങനെയാണ് ഇവരെ വധിച്ചത് എന്നുള്ള കഥ സന്ദർഭവശാൽ പറയുന്നു. അതാണ് ഇനി അടുത്ത ഭാഗം. നമുക്ക് ഇവിടെ നിർത്താം. സൗഭരി മഹർഷിയുടെ കഥ നാളെ കാണാം. ഇന്നിപ്പോൾ എനിക്ക് ഉടനെ അതിഥികൾ കുറച്ച് വരാനുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ് അവര്. അതുകൊണ്ട് ഇവിടെ നിർത്തും. നാളെ സൗഭരിയുടെ കഥ കാണാം. ഇന്നിപ്പോൾ എന്തായാലും തുടങ്ങിയാലും തീരാൻ പോകുന്നില്ല. പാതി വഴിയിൽ നിർത്തണം. അപ്പോൾ പിന്നെ കഥ ഒന്നിച്ച് പറയാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഇന്ന് വൈകിട്ടില്ല, നാളെ ഉള്ളൂ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.